അതേപോലെ എന്റെ അച്ഛനല്ലല്ലോ അവിടെ മന്ത്രി. അവരടിച്ചപ്പോ വന്നതാണ്, അതിനകത്തൊന്നും ചെയ്യാറില്ല. പിന്നെ അനി അവർ എന്നെ വണ്ടി പിടിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് കേൾക്കാൻ മുഴുവൻ കേട്ടോ. എനിക്ക് ഇന്ത്യയിലെ പുറത്തും ലോകത്തെമ്പാടും ഓടിക്കാനുള്ള ഗൾഫിലെ ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസ് ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ലൈസൻസ് റദ്ദാക്കി ഓടിക്കത്തില്ലെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഓടിക്കും. എനിക്ക് ഗൾഫിലെ ലൈസൻസ് അതൊരു വാലിഡ് ആണ്. എനിക്ക് ഗൾഫിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസും. ഓക്കെ, അതേപോലെ എന്റെ അച്ഛനല്ലല്ലോ അവിടെ മന്ത്രി. ആണോ? ഞാൻ കഷ്ടപ്പെട്ടു. തന്റെ ഈ അഹങ്കാരത്തിനാണോ താനിപ്പോ വീട്ടിൽ ഇരിക്കുന്നത്? തന്റെ ഈ അഹങ്കാരത്തിനാണ്. പിന്നെ തന്റെ അച്ഛനെ കുറിച്ച് താൻ പറഞ്ഞല്ലോ, സ്വന്തം അച്ഛൻ പറഞ്ഞൊരു കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ഭാര്യ എനിക്ക് സംശയമില്ലാത്തതുകൊണ്ട് അവൻ എന്റെ മോനാണെന്നുള്ള രീതിയിലാണ്. അതിൽ കൂടുതലൊരു നാണക്കേട് തന്റെ ലൈഫിൽ ഇനി വരാനുണ്ടോ ഗണേഷ് കുമാറെ? ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. എന്തായാലും നമ്മുടെ അണ്ണൻ ഇപ്പോഴും തോറ്റിട്ടില്ല ഗൈസ്, ഇപ്പോഴും തോറ്റിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ജയിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം പരമാവധി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്, ഈ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്സപ്പ് ചാനലുണ്ട്, എല്ലാവരും കൂടെ ഒന്ന് കയറിക്കോ. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഗണേഷ് കുമാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഉമ്മൻചാണ്ടി എന്ന മനുഷ്യരെ ചതിച്ച് നേടിയ ഓരോ പദവികളും ദൈവം എല്ലാം കണ്ട് ഒറ്റടിക്ക് ഇടിച്ച് താഴെ ഇട്ട് തൻ്റെ ബിഗ് സീറോ ആക്കി ഇപ്പം നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇയാൾ തോറ്റ് എന്ന് സന്തോഷിക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച് എൻ്റെ എണ്ണം ഒന്ന് കാണണം എനിക്ക്. ഇവൻ തോറ്റ് എന്നുള്ളൊരു, കാരണം ഇതുപോലൊരു കള്ളനെ, കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു വ്യക്തിയെ ദ്രോഹിച്ച്, ഞാൻ അങ്ങനെ തന്നെ എടുത്ത് പറയത്തുള്ളൂ. ഒരു യോഗ്യത പോലും ഇല്ല രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോലും, ഒരു യോഗ്യത പോലും, ഒരു നാണവും മാനവും ഇല്ലാത്തൊരു വ്യക്തി. ഞാൻ അങ്ങനെ പറയും. ഇപ്പം വന്നിട്ടിരുന്ന് കഥയടിക്കുന്നു. എൻ്റെ അച്ഛനല്ലല്ലോ അവിടുത്തെ ഇരുന്ന് ദുബായിലാണ് 17 വയസ്സിൽ മുമ്പ് അങ്ങോട്ട് ലൈസൻസ് എടുത്ത്, അത് കഴിഞ്ഞിട്ട് ഗണേഷ് കുമാർ MLA എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ഈ ലൈസൻസിൽ കൊടുക്കുന്ന എന്തൊക്കെയായിരുന്നു പുള്ളിയുടെ ലൈസൻസും കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സഞ്ജുട്ടേക്ക് കിടന്നങ്ങ് വധിച്ച് പുള്ളിയങ്ങ്. ആരും ഒന്നും മറന്നിട്ടില്ല എൻ്റെ പൊന്ന് ഗണേഷ് കുമാറെ. സഞ്ജുട്ടൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഒരു പയ്യൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിൽ കൂടെ പോയി സീനുണ്ടാക്കി. ഒക്കെ പുള്ളിയുടെ ഭാഗത്ത് തെറ്റായിരുന്നു. അവനിപ്പോൾ ആഘോഷിക്കുകയാണ് ഇവൻ്റെ പോയിനെ. കാരണം അതുപോലെ നശിപ്പിച്ച് ഒരുപാട് ആൾക്കാരുടെ ജീവിതം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഈ അടുത്ത സമയത്ത് സ്വന്തം ഭാര്യ തന്നെ ഇയാൾക്കെതിരെ അവരെ റൂമിലിട്ട് അങ്ങോട്ട് അടിക്കുകയോ അങ്ങോട്ട് ചെയ്യുകയൊക്കെ ചെയ്ത്, മീൻസ് റൂമിലിട്ട് പൂട്ടിയിടുക അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ജോലിക്കാരനോ ആരാണ്ടൊക്കെ. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുവാണെങ്കിൽ. ഓക്കെ, തന്നെ ഞാൻ വീഡിയോ വെച്ച് തരാം. എല്ലാവരും അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കുക. വെറുക്കുന്ന ഓരോന്ന് ലൈക്ക് അടിച്ചേ. അയ്യേ, എന്ത് ചളിയാടോ. അങ്ങനെ ഓടിയില്ല. ഇതൊന്നും പറഞ്ഞുകൊണ്ട് പേടിച്ചോടുന്നതല്ല ഗണേഷ് കുമാർ. ഇവിടെ നിൽക്കും, എൽഡിഎഫിനോടൊപ്പം നിൽക്കും, പോരാടും. സർക്കാർ ചെയ്തത് നല്ല കാര്യമാണ്, നല്ലതെന്ന് പറയും, തെറ്റെങ്കിൽ തെറ്റെന്ന് പറയും. ഗണേഷ് കുമാറിനെ എതിരെ വോട്ട് ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ പത്തനാപുരത്ത് കോൺഗ്രസ് BJP MLA ഉണ്ട്. ഇവിടെ BJP MLA പഴയ പറയുന്നതല്ലോ, മറ്റേ കോലി സഖ്യം എന്ന് പറയും. ആ സഖ്യത്തിന്റെ MLA ആണ് ഇപ്പൊ പത്തനാപുരം. BJPക്ക് സന്തോഷിക്കാം. BJPക്ക് 3 MLA അല്ല 4 MLA ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഞാൻ തന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്തു. വട്ടായി വടക്കേര 4 വാർഡിൽ, വട്ടായി വടക്കേര പഞ്ചായത്തിൽ 4 വാർഡിൽ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ. തുടങ്ങി ഇതുവരെ ഇത് നിർത്തിയിട്ടില്ല. അതേണ്ടേ, അയാൾ ഇലക്ഷന് നിന്ന സമയത്ത് ജ്യോതികുമാർ ചാമക്കാലിന് കിട്ടിയ വോട്ടാണ് ഈ പറയുന്ന 59,965. ഗണേഷ് കുമാറിന് ജ്യോതികുമാറിന് കിട്ടിയത് 68,275. ഗണേഷ് കുമാറിന് 59,965. പിന്നെ അനിൽ പിള്ളை എന്ന് പറയുന്ന 2020 സ്ഥാനാർത്ഥിക്ക് പുള്ളിക്ക് 7,031 വോട്ട്. ഞാനൊരു കാര്യം പറയട്ടെ. പുള്ളിക്കാരൻ ഈ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് 6 മാസം മുമ്പായിരുന്നു പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നത്. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഡാനി നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കുന്നുണ്ട്, ഓക്കെ, അവന് കഴിവുള്ളവനാണ്, അവനാകുമ്പോൾ അപ്പുറത്തെ വീട് ഓടിച്ചാടി എല്ലാം ചെയ്ത് തരും പയ്യൻ. അതുകൊണ്ട് പാർട്ടി നോക്കണ്ട, ഡാനിക്ക് വോട്ടുകള്. അതാണ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ. അത് ഈ പറയുന്ന ഗണേഷ് കുമാറിന് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവുമോ? അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നൊരു കാര്യം. ഇപ്പോഴാണെങ്കിലും ഞാനത് മനസ്സിലാക്കും. പഞ്ചായത്ത് ഇലക്ഷൻ വേറെ, പാർലമെന്റ് ഇലക്ഷൻ വേറെ, അസംബ്ലി ഇലക്ഷൻ വേറെ. മനസ്സിലായോ? പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പാർട്ടി നോക്കാതെ മനുഷ്യ ഓരോ വ്യക്തികൾ വോട്ട് കൊടുക്കുന്നത്. അസംബ്ലി ഇലക്ഷൻ ആകുമ്പോൾ എന്തുവാണ്, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആ ഒരു രീതി മാത്രമേ വരത്തുള്ളൂ. അതിൽ കോൺഗ്രസ് ഈ വർഷം 10 വർഷം കൊണ്ട് നിങ്ങൾ മുടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് കൊടുത്തി. അവിടെ പിന്നെ കോൺഗ്രസിന്റെ
ഭരണം അടിപൊളിയായിരുന്നു. പിന്നെ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദ്രോഹിച്ച്, പിന്നെ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകളാണെങ്കിലും തനിക്കെതിരെ പ്രവർത്തിച്ചു. നമ്മളുള്ള കാര്യം ഉള്ള പോലെ പറയും, മുഖത്ത് നോക്കി. അതുകൊണ്ട് ജനങ്ങളെ മണ്ടരാക്കരുത്. ഏറ്റവും വലിയൊരു മണ്ട നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ ഉള്ളിലെ വിഷമാണ് ഞാൻ വെച്ച് തന്നത് തന്നെ. എന്തിനാണോ ഇപ്പോഴും വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് പുച്ഛം ഈ ഒരു വ്യക്തിയോട്. ഒരു സമയത്ത് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കുറേ നല്ല കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കുറേയൊക്കെ എന്തിനാ കഷ്ടം, ഒന്ന് നന്നായിക്കൂടെ? എൻ്റെ പൊന്നോ, BJP സ്ഥാനാർത്ഥി 317. എൻ്റെ ഒക്കെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എടുക്കാം. വെട്ടിക്കാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കഴിഞ്ഞ ഇലക്ഷനിൽ BJP നേടിയത് 5776 വോട്ടാണ്. തലവൂർ ഡിവിഷനിൽ 6723 വോട്ടാണ്. എത്രയും ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണ് BJP താമര ചിഹ്നത്തിൽ മത്സരിച്ചാണ്. പത്തനാപുരം ഡിവിഷനിൽ 7332 വോട്ട്, 19881 വോട്ട്. 3 ഡിവിഷനിലായിട്ട് 20,000 വോട്ട് BJP പിടിച്ചെടുത്തു. BJP 7000 വോട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. അതെങ്ങോട്ട് പോയി, ആര് വാങ്ങിച്ചു, ആർക്ക് കൊടുത്തു, ആരെ ജയിപ്പിച്ചു എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തോറ്റു എന്നുള്ളത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ BJP പാർട്ടിക്കാർ ഈ പറയുന്ന കോൺഗ്രസിന് വോട്ട് കൊടുത്തു, എത്ര വോട്ട് ഇങ്ങനെ മറയ്ക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പ്രവർത്തകരുണ്ടോ? ഇവിടെ മനുഷ്യരെ മണ്ടനാക്കല്ലേ? ഇത്രയും 20,000 പ്രവർത്തകരുണ്ടോ BJPയിലോ? നിങ്ങളുടെ മണ്ഡലത്തിലോ ഉണ്ടോ? പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് കയറും മനുഷ്യ, വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ വോട്ട് കയറും. അത് മനസ്സിലാക്കുക. ഇവിടെ ഡാനി എന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണെങ്കിൽ ഓക്കെ, അവൻ BJP ആണെങ്കിൽ കുഴപ്പമില്ല. ഡാനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിടെ വോട്ട് കയറുന്നത് അത് വ്യക്തിപരമാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ. പക്ഷേ ഇപ്പോഴും ഗണേഷ് കുമാർ താങ്കൾക്ക് ജനങ്ങളെ മണ്ടരാക്കിയാൽ ജനങ്ങളെ മണ്ടന്മാരാകാൻ നിങ്ങൾ തന്നെ മണ്ടരാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഇതാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ സ്വന്തം ഭാര്യയാണ്, ഇപ്പം രണ്ടാമത് വിവാഹം കഴിച്ച ഭാര്യ വന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇദ്ദേഹം മറ്റൊരു ആളുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ബഹളം വെച്ചു, അങ്ങനെ അടിയായി, ജോലിക്കാരനെ കൊണ്ട് അവരെ പൂട്ടിയിടാൻ ശ്രമിച്ചു. പിന്നെ പിങ്ക് പോലീസിനെ വിളിപ്പിച്ച ഒരുപാട് കഥകൾ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴും ഇയാൾ തോറ്റെന്ന് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. തോറ്റിട്ടില്ല. കാരണം മതേതര നിലപാടെടുത്തതുകൊണ്ട് ഗണേഷ് കുമാർ ഒരു ഹിന്ദു വിരോധിയാണെന്ന് പ്രചരിപ്പിച്ച് ഗണേഷ് കുമാറിനെ എതിരെ വോട്ട് ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ പത്തനാപുരത്ത് കോൺഗ്രസ് BJP MLA ഉള്ളത്. ഇവിടെ BJP MLA പഴയ പറയുന്ന ഇതുണ്ടല്ലോ, മറ്റേ കോലി ബി സഖ്യം എന്ന് പറയുന്നത്, ആ സഖ്യത്തിന്റെ MLA ആണ് ഇപ്പോൾ പത്തനാപുരം. BJPക്ക് സന്തോഷിക്കാം, BJPക്ക് 3 MLA അല്ല 4 MLA ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഞാൻ ഇപ്പോൾ നേരിട്ടത്. ഇത് ഇലക്ഷൻ കമ്മീഷൻ കണക്കാണ്. ഫോട്ടോഷാറ്റ് എടുത്ത് കൊണ്ടുവന്നല്ല, ഇത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് എടുത്ത് കണക്ക്. നിങ്ങൾക്ക് പരിശോധിക്കാം, അതിന്റെ കോപ്പി വേണമെങ്കിൽ തരാം. കണക്ഷനോ എന്ത് വേണമെങ്കിലും എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അസംബ്ലി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസും തമ്മിലുള്ള മത്സരങ്ങളോട് BJP ആൾക്കാർ കൂട്ടാറില്ല. പക്ഷെ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി വരുമോ, ഈ പറയുന്ന മോദിജി വരുമോ എന്നാണ് നോക്കുന്നത്. മനസ്സിലായോ? അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കേരളത്തിൽ എങ്ങനെ ആയാലും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമാണ് കൂടുതലും സീറ്റ് പിടിക്കാറുള്ളത്. കഴിഞ്ഞ വട്ടം സുരേഷ് ഗോപിക്ക് മാത്രം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങോട്ട് സാറേ മനസ്സിലാക്കി അങ്ങോട്ട് സാറ് കേൾക്കുന്നത് നല്ലതായിരിക്കും. പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് താങ്കൾ അത് മനസ്സിലാക്കിയേ പറ്റൂ. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയത്തുള്ളൂ. അച്ഛൻ്റെ വാലും പിടിച്ച് വന്നൊരു മകൻ എന്ന് മാത്രമേ ഞാൻ നിങ്ങളെ പറയത്തുള്ളൂ. അച്ഛൻ്റെ വാലും പിടിച്ച് വന്നൊരു മകൻ, അല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം വന്നതല്ല. സ്വന്തം കഴിവുകൊണ്ട് വരണമെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, നല്ല രീതിയിൽ പ്രവർത്തിക്കണം, നല്ല അടിയും കൊള്ളണം, എന്നിട്ടേ സീറ്റ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയത് സ്വന്തം ഭാര്യയുടെ എന്നുള്ള അടിയും കാര്യങ്ങളും ഒക്കെ അല്ലേ. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ തല്ലി, എൻ്റെ ഭാര്യ എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നാണത്വം. എന്താ പറയുക, നാണത്വം എന്നല്ല, കഴിവുകേടെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. കഴിവുകേട് മാത്രം. നിങ്ങൾ അങ്ങനെ വന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. നിങ്ങൾക്കല്ലാതെ പ്രവർത്തിച്ചിറങ്ങി നിങ്ങൾക്ക് 4 കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുച്ഛം മാത്രമേ ഉള്ളൂ. ആ അച്ഛൻ്റെ കഴിവുകൊണ്ട് മാത്രം കയറി വന്നൊരു മകൻ, അത്രേ ഉള്ളൂ. 10-25 വർഷം കൊണ്ട് നിങ്ങൾ അവിടെ ഭരിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പുറത്തായി? ഞാൻ അതും കൂടെ ഒന്ന് ചോദിച്ചിട്ടേ താങ്കളോട്, എന്തുകൊണ്ട് താങ്കൾ അത് പുറത്തായി? ജനങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഒരു പാവം മനുഷ്യനെ, അതും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു വ്യക്തിയെ ദ്രോഹിച്ച് ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ.
ഓരോ ഫയലും മാറ്റി അതിനകത്ത് ഓരോ പേർപ്പസും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് ആ സരിത എന്ന് പറയുന്ന അവളെ കൊണ്ട് ഓരോ തോന്നിവാസങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ട് സരിത തന്നെ പറയുന്നുണ്ട് 2005 മുതൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് ഇവിടെ പെടുത്തിയതോ പാവം പിടിച്ച ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിനെ മറക്കത്തില്ല. കേരളത്തിലെ ജനങ്ങൾ ആരും മറക്കത്തില്ല. അതിൻ്റെ ശാപമാണ് നിങ്ങളുടെ ചുറ്റും കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്കൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, എന്തോ ചോദിച്ചു പയ്യൻ എന്തൊക്കെയോ വിച്ചും പയ്യിരുന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല. നിങ്ങളുടെ അഹങ്കാരം എന്ന് ഞാൻ എടുത്ത് പറയും. രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യത പോലും ഇല്ലാത്ത ഒരുത്തം വന്നിട്ട് രാഷ്ട്രീയം പറയുന്നത് എന്തോ ഇതിനേക്കാളും വല്ല മാമ പണിക്ക് വല്ലതും പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഈ ഒരു മനുഷ്യനോട് എനിക്ക്. ഇതാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. രാഷ്ട്രീയം ഇതാണ്. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഒരു വലിയ ഈ ഒരു ക്ലിപ്പിന് എന്തോ ഒരു ചെറിയൊരു വിഷയമുണ്ട്. ചേട്ടൻ നല്ല രീതിയിൽ ബബ അടിക്കുന്നുണ്ട്. ചേട്ടൻ അവിടെ നിൽക്കേ. എന്തായാലും ഇയാൾ ഇപ്പോഴും ജയിച്ചിട്ടില്ല സോറി, ഇയാൾ ഇപ്പോഴും എന്താ പറയേണ്ട തോറ്റിട്ടില്ല എന്നാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു മാസം മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. അതിൽ ഇയാളെ തോപ്പിച്ച നമ്മുടെ ജ്യോതികുമാറും സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങളിതൊന്ന് കാണാം. ഇവനെയൊക്കെ എന്താ പറയുക, അടിപ്പിക്കരുത് ഈ പഞ്ചായത്തിൽ. ഞാൻ ഇപ്പോഴും ഒന്നും കൂടെ നിങ്ങളോട് പറയാം, ഇയാളെ വെറുക്കുന്നവർ ലൈക്ക് ഇടാൻ മറന്നെങ്കിൽ ലൈക്ക് ഇടുക. UDF BJP ഡീൽ നടന്നു എന്ന ഗണേഷ് കുമാറിന്റെ ആരോപണത്തിന് ജ്യോതികുമാർ ചാമക്കാലയുടെ മറുപടി. തോറ്റതോടെ ഗണേഷ് കുമാറിന്റെ സമനില തെറ്റിയെന്ന് ജ്യോതികുമാർ ചാമക്കാല. കണക്കുകൾ പറയുമ്പോൾ വസ്തുതാപരമായി പറയണമെന്നും BJPയുടെ മാത്രമല്ല LDFന്റെയും വോട്ട് തനിക്ക് ലഭിച്ചെന്നും ചാമക്കാല. ഇവിടെ നടന്നൊരു വലിയ ഡീലാണ്. ചാത്തന്നൂരും പത്തനാപുരം കൂടി വെച്ചുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡീലാണ്. മുഴുവൻ വോട്ടും BJP കോൺഗ്രസിന് കച്ചവടം നടത്തിയിരിക്കുക. ഇവിടുത്തെ വോട്ടിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ BJPക്ക് വോട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ട് BJP നേടി. പക്ഷെ ഇവിടെ ഇപ്പോൾ നേടിയിരിക്കുന്നത് 7,000 വോട്ടേ ഉള്ളൂ. 7,030 വോട്ടേ ഉള്ളൂ. ബാക്കി ഇവിടെ പോയി. BJPയുടെ ബാക്കി വോട്ട് മുഴുവൻ UDFന് കൊടുത്തു. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ, അദ്ദേഹത്തിന് ഈ തിരഞ്ഞെടുപ്പ് നയിച്ചവർ, അവരിൽ പരമപ്രധാനികളായ 2 പേർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അവരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. BJPയുടെ വോട്ട് മാത്രമല്ല, LDFന്റെ വോട്ടും UDFന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്ന വസ്തുത കണക്കുകളുടെ പിൻബലത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യമാകും. എന്നിരിക്കെ എന്തിനാണ് നമ്മുടെ ആന ഉടമസ്ഥ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളുമായി രംഗത്ത് വരുന്നത്? അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുന്നു. അവർ MLA പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ സമനില തെറ്റിയെന്നുള്ള രീതിയിലാണ്. പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ കാര്യം അതിശയം, പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് ഇപ്പോഴും അവസാനിപ്പിക്കാൻ തോന്നുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഇദ്ദേഹത്തിന് ലൈസൻസ് കട്ട് ചെയ്ത സമയത്ത് സഞ്ജുവിൻ്റെ ആഹ്ലാദമൊക്കെ ഒന്ന് കാരണമായിരുന്നു. അത് അതിനെക്കാളും വലിയ രസമായിരുന്നു. ഓക്കെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശാപം ആ ഒരു കുടുംബത്തിൻ്റെ ശാപമാണെങ്കിലും തനിക്കുണ്ട്. അതൊരിക്കലും മാറുമെന്ന് തോന്നില്ല. കുടുംബത്തിൻ്റെ ശാപം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ വൈഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഗണേഷ് കുമാറിന് ഒരു ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ മാന്യത എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം സത്യാവസ്ഥ. നിങ്ങൾ കൂടെ ഉണ്ടാക്കിയില്ല, ഇതുപോലുള്ള ആൾക്കാർ ഇനി വളരത്തില്ല. അതുകൊണ്ട് എനിക്ക് തൊഴുതൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ളവരെ ഒന്നും ജയിപ്പിക്കല്ലേ ദയവ് ചെയ്തിട്ട്. പിന്നെ കോൺഗ്രസിന് ഒരു അവസരം കൊടുക്കും, അവർ ചെയ്യും. നിങ്ങൾ രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടും. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബൈ, ലവ് യു ഗൈസ്.